ഇപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. രാജ്യസഭയിൽ സി സദാനന്ദൻ, കേരളത്തിൽ നിന്ന് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സി സദാനന്ദൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. As master or Mashai, he has emerged as a guiding light against ideological extremism and has been an inspiration through his contributions to education, public life and intellectual discourse. Shri C. Sadanandan Master. ഞാൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ സ്വദേശി, തൃശൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള സി സദാനന്ദൻ. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ സംഘർഷത്തിനിടെ CPIM പ്രവർത്തകരുടെ ആക്രമണത്തെ തുടർന്ന് ഇരു കാലുകളും നഷ്ടപ്പെട്ട സി സദാനന്ദൻ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പ്രത്യേക നാമനിർദ്ദേശം വഴി രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സി സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പ്രത്യേക അധികാരം ഉപയോഗിച്ച് നാമനിർദ്ദേശം ചെയ്തിരുന്നത്. ഇപ്പോൾ രാജ്യസഭ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ആദ്യം തന്നെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് എന്ന കാര്യം അറിയിച്ചിരുന്നു. ഇപ്പോൾ നടപടികളിലേക്ക് സഭ കടക്കുകയാണ്. മറ്റ് അംഗങ്ങളുടെ കൂടി സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ ഇതിനൊപ്പം നടക്കുന്നത്. ഹർഷവർദ്ധൻ ശ്രിംഗ്ലയാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. മുൻ ഫോറിൻ സെക്രട്ടറിയാണ്. ശരത്ലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ലാൽ, ഇപ്പോൾ രാജ്യസഭാ സമ്മേളനത്തിന്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. സി സദാനന്ദൻ മലയാളത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിലെ MP-മാരുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത സദാനന്ദൻ മാസ്റ്ററാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആമുഖമായി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി തന്നെ രാഷ്ട്രീയ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയാണ് എന്ന് ഒരു രാജ്യസഭാ ചെയർമാൻ ധൻഖർ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചത്. BJP ബെഞ്ചുകളിൽ നിന്ന് കരഘോഷം ഉയരുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേട്ടം എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞയെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാൻ അത്തരം ഒരു പരാമർശം നടത്തിയത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അത് തന്നെ രാഷ്ട്രീയപരമായ BJP ഈ നാമനിർദ്ദേശത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബിനിൽ. ഓക്കെ, ശരി. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭാ അംഗമായി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സി സദാനന്ദൻ രാജ്യസഭാ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹർഷവർദ്ധൻ ശ്രിംഗ്ല അടക്കം മറ്റുള്ളവരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. അല്പസമയത്തിനോടകം തന്നെ ലോക്സഭയും ആരംഭിക്കും.